ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ 2-ാം തീയതി എല്ലാവരും 2-ാം തീയതിയാണ് തുറന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 4-ാം തീയതിയാണ് കേട്ടോ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ പോയിട്ട് നമ്മളെ കുഞ്ഞു മക്കളെ വരവേൽക്കാനുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിന് കേട്ടോ. വലിയ മഴയൊന്നുമില്ല ഇനി, എന്നാലും മഴ പെയ്യുന്നുണ്ടായിനി. അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ ഒരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിന് കേട്ടോ മക്കൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോരോ പണിയിലാണ് കേട്ടോ. കാർഡ്ബോർഡൊക്കെ വെട്ടിയെടുത്ത ടൈമിൽ വൈറ്റ് ചാർട്ട് പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിനി. എൻ്റെ ഇഷമോളും ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഓളും ഇവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ പണിയിലാണ് കേട്ടോ. നമ്മളെ സഹായിച്ചു തരലും അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കി തരലും ഒക്കെ ആയിട്ട് ഓളും ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിനി. പിന്നെ ഓളെ ഇപ്രാവശ്യം ഇവിടെ എൻ്റെ അടുത്ത് ചേർത്തിയിട്ടുണ്ട് കേട്ടോ നഴ്സറിയിൽ. അപ്പോൾ നമ്മൾ എന്താ പറയുക ചാർട്ട് പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെ എന്താ പറയുക ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ വെൽക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആദ്യം പെൻസിൽ വെച്ചിട്ട് ഒരു ചെറിയ രീതിയിൽ ബോർഡറും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ അങ്ങനെ കളർ ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴും എൻ്റെ ഇഷമോൾ എന്നെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം എഴുതിയതിൻ്റെ മേലെ കൂടെ ഓളും എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് ഓളൊരു പെൻസിലൊക്കെ എടുത്തിട്ട് അങ്ങനെ എൻ്റെ ഒപ്പത്തിനൊപ്പം തന്നെ ഉണ്ടായിന് കേട്ടോ. അപ്പോഴത്തേക്കും മറ്റേ ടീച്ചേഴ്സ് അവിടെ ആ ഫ്രെയിമിൽ വെക്കാനുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അതും സെറ്റ് ചെയ്യുന്നുണ്ടേനി. അപ്പോൾ എന്താ പറയുക കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഗോപുരം തന്നെ പണിതിട്ടുണ്ട് കേട്ടോ. നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. മക്കൾ വരുന്ന സമയത്ത് അതിൽ വെച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്താൽ നല്ല അടിപൊളിയാവുമല്ലോ. അപ്പോൾ എന്തായാലും അന്ന് അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പോവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം.